എക്സൈറ്റ്മെൻറ്റോട് കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ജീവിതത്തിലെ ചില മൊമെൻറ്റ്സ് ഉണ്ടാവും. ഈ മൊമെൻറ്റ്സ് എന്നും ഓർമ്മയിൽ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മൊമെൻറ്റ്സിൽ ക്യാരി ഔട്ട് ചെയ്യാൻ നല്ല കോൺഫിഡൻസോടുകൂടി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കോസ്റ്റ്യൂംസും അതിന് ചേരുന്ന നല്ല ഓർണമെൻറ്റ്സും വേണം അല്ലേ. അത് നമ്മുടെ ഒരു പവറാണ് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ. അപ്പം ഇത് നമ്മുടെ ഈ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കല്ലൻസ് ജ്വല്ലറിയിലെ ആലുവ ഷോറൂമിൽ നിന്ന് കുറച്ച് ആൻറ്റിക് ഓർണമെൻറ്റ്സ് ആണ്. ആൻറ്റിക് ഓർണമെൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ്. അപ്പം ഓക്സിഡൈസ്ഡ് ഓർണമെൻറ്റ്സിൽ കൂടുതൽ കാണാറുള്ള ടെമ്പിൾ ജ്വല്ലറി അല്ലാതെ തന്നെ ഒരുപാട് ഫാൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഡ്രീമി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഡിലേ ആക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു. ആദ്യം പരിചയപ്പെടാൻ പോകുന്ന നെക്ക് വെയർ ആൻറ്റിക്കിൽ തന്നെ ചെയ്തിട്ടുള്ള 4 പവനിൽ ചെയ്തിട്ടുള്ള ഒരു നെക്ക് വെയർ ആണ്. ഇതിനകത്ത് സാധാരണ നമ്മൾ കാണാറുള്ള റെഡ്, മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, റൂബി എമറാൾഡ് കോമ്പിനേഷനിൽ വരുന്ന കെം സ്റ്റോൺസും അതുപോലെ ഇതിനകത്ത് നടുക്കൊരു സ്റ്റോൺ കാണാൻ പറ്റും, അത് എമറാൾഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ് കെം സ്റ്റോൺസ് ആണ്. അപ്പം ശരിക്കും ഒരു സ്റ്റോൺ പോലെ തന്നെ ഉണ്ട്, ഒന്നും പറയാനൊന്നും ഇല്ല, അത് സ്റ്റോൺ അല്ലാന്നൊന്നും ഒരിക്കലും പറയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ ഉള്ള ചെയിൻ കാണാൻ പറ്റും, 2 ലെയറായിട്ട് ചെറിയ ബോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയ പെൻഡൻറ്റ് പോലത്തെ ഡിസൈൻ വെച്ച് 2 സൈഡിലും ചെറിയ പെൻഡൻസ് ഉണ്ട്. ചെറിയ ഫ്ലോറൽ പ്രിൻറ്റ് വെച്ചിട്ടുള്ള ഒരു പെൻഡൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ ഇലയുടെ ഷേപ്പിലും അതുപോലെ ചെറിയ ചന്ദ്രക്കലയുടെ ഷേപ്പിലും 2 പെൻഡൻസുമായിട്ട് 2 കണക്റ്റിംഗ് ബീഡ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ഫ്ലോറൽ പ്രിൻറ്റ്, ഫ്ലോറൽ പാറ്റേൺസ് ഒക്കെ ഉള്ള പെറ്റൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഏകദേശം ഒരു ചന്ദ്രക്കല പോലെ തന്നെയുള്ള ഒരു ഡിസൈൻ, വയർ വർക്കിൽ, കംപ്ലീറ്റ് വയർ വർക്കിൽ ചെറുതായിട്ടുള്ള മൈന്യൂട്ട് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നടുക്ക് ഒരു റെഡ് സ്റ്റോൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു മാങ്ങ ഡിസൈൻ്റെയൊക്കെ ഷേപ്പിലായിട്ടാണ് ഒരു ഹാങ്ങിങ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആണ്, ഒരു പ്രിക്കി എഡ്ജസ് ഒന്നുമില്ല, നല്ല സ്മൂത്ത് എഡ്ജസ് ആണ് എല്ലാം. മാത്രമല്ല ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ എപ്പോഴും അകത്ത് ചെറുതായിട്ട് കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ അതിനൊന്നും ഒരു സാധ്യതയില്ല, നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെയുള്ള അടുത്ത സെയിം കളക്ഷനിൽ പെടുന്ന ആൻറ്റിക്കിൽ പെടുന്ന അടുത്ത കളക്ഷൻ നമുക്ക് കാണാം. സാധാരണ ആൻറ്റിക്കൊക്കെ വരുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഒന്നെങ്കിൽ ഫ്ലോറൽ പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാറുള്ള പാലക്കാട് ഡിസൈൻ, പാലക്കാട് ഷേപ്പിലുള്ള ഡിസൈൻ, അല്ലെങ്കിൽ ചിലപ്പോൾ റൗണ്ട് ഷേപ്പ്, ഇതൊക്കെ സാധാരണ കാണാറുള്ളൂ. സാധാരണ ക്വൈത്തിയിലൊക്കെയാണ് സ്ക്വയർ ഷേപ്പിലുള്ള കൂടുതലും കാണാറ്. പക്ഷേ ഇതിപ്പോൾ ആൻറ്റിക്കിൽ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പെൻഡൻറ്റ് വെച്ചിട്ട് ഉള്ള ഒരു എന്താ പറയുക ട്രഡീഷണലിനെയും മോഡേണിസത്തെയും കുറച്ച് മേർജ് ചെയ്തിട്ടുള്ളൊരു നെക്ക് വെയർ ആണ്. ഈ ആൻറ്റിക്കിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും എടുത്തു പറയേണ്ടത് ഒന്ന് ഇതിൻ്റെ ആ ബ്ലാക്ക് ഷെയ്ഡാണ്. എപ്പോഴും എന്താ പറയുക ആ മഞ്ഞ കളറിലുള്ള അതിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ഡാർക്ക് ഗോൾഡ് കളർ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ആ ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഡ്രസ്സിൻ്റെയും കൂടെ അല്ലെങ്കിൽ എങ്ങനത്തെ കോസ്റ്റ്യൂമിൻ്റെയും കൂടി നന്നായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഈ സെക്കൻഡ് മാലയും 4 പവൻ റേഞ്ചിലാണ് ഈ 2 മാലയും പെടുന്നത്. സെക്കൻഡ് മാല സൈഡിൽ 2 പെൻഡൻ്റ് ഉണ്ട്. 2 പെൻഡൻറ്റും നടുക്കൊരു ഫ്ലോറൽ ഡിസൈനും സൈഡിൽ മാങ്ങയുടെ ഷേപ്പിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 2 ലെയറായിട്ട് ചെറിയ മുത്ത് നടുക്ക് വെച്ചിട്ട് വി ചെയിൻ 3 വി ചെയിൻ്റെ നടുക്ക് 2 ലെയറായിട്ട് മുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ, ചെറിയ മൈന്യൂട്ടായിട്ട് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പെൻഡൻറ്റ്
സൈഡിൽ 2 പെൻഡൻറ്റ്, അതുപോലെ ഇവിടെ 2 പെൻഡൻറ്റ്, സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ചെറിയ പെൻഡൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചന്ദ്രക്കല ഷേപ്പ്, തലതിരിച്ച് നിൽക്കണ ഒരു ചന്ദ്രക്കലയാണ്. അപ്പോൾ ചന്ദ്രക്കലയുടെ സൈഡിൽ ഫുള്ള് എലയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് വയർ വർക്കും, അതുപോലെ തന്നെ സ്ക്വയറിൽ പറയാനാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ 4ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്സ് ആണ്. ഇതിനകത്ത് 2 സൈഡിൽ ഫ്ലോറൽ പ്രിൻസും അതുപോലെ 2 സൈഡിൽ ചെറിയ വയർ വർക്കും വെച്ചിട്ട് ഒരു ചെറിയ ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരിയുടെ കൂടെ ആണെങ്കിലും ചുരിദാറിൻ്റെ കൂടെ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഔട്ട്ഫിറ്റ് അനുസരിച്ച് നമുക്ക് കോൺഫിഡൻസോടുകൂടി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ നെക്ക് വെയർ ഒക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് മൊമെൻറ്റ്സ് എന്നും നിങ്ങൾക്ക് ഫേവറേറ്റ് അല്ലെങ്കിൽ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കത്തക്ക വിധം മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കല്ലൻസ് ജ്വല്ലറി റെഡിയാണ്. അപ്പം നിങ്ങൾ റെഡിയാണോ? എന്താണ് നിങ്ങളുടെ പ്ലാൻസും പദ്ധതിയൊക്കെ? ഞാൻ ഇന്ന് കാണിച്ച നെക്ക് വെയർസും അതുപോലെ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരേണ്ടത് നമ്മുടെ സ്വന്തം കല്ലൻസ് ജ്വല്ലറിയിലാണ്. നമുക്ക് ഷോറൂംസ് ആലുവ, പെരുമ്പാവൂർ, അതുപോലെ പൂക്കാട്ടുപടിയിലും ഉണ്ട്. അപ്പം നിങ്ങളുടെ നിയറസ്റ്റ് ഷോറൂമിലേക്ക് ഓടി പൊക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പർച്ചേസ് ചെയ്യൂ. അതുപോലെ ഞാൻ ഇന്ന് കാണിച്ച കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ കീപ് ഗോയിങ്. ബൈ ബൈ, ടേക്ക് കെയർ.